ഒരു പേഷ്യൻറ്റിൻ്റെ കഥ പറയാം. ഇത് ആക്ച്വലി കുറച്ചൊരു ഹാർട്ട് മൂവിങ് സാധനമാണ്. ഞങ്ങളുടെ ടീമിന് മൊത്തം ഭയങ്കര സങ്കടമായ കേസ് ഇത്. 22 വയസ്സായ പേഷ്യൻ്റാണ്. ബന്ധപ്പെടുമ്പോൾ വേദന, കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം എന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. കുറേ ദൂരെയാണ് പേഷ്യൻ്റ്. അവരെ ബേസിക്കലി പരിശോധിച്ച് നോക്കിയപ്പോൾ അവർക്ക് അവിടെ ഓപ്പണിംഗ് എന്ന് പറയാൻ തീരെയില്ല. നോക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും പ്രൊസീജിയർ പ്ലാൻ ചെയ്ത് തിയേറ്ററിൽ ഈ ഫെൻഡൻസ് എന്ന് പറഞ്ഞ പ്രൊസീജിയറും ഇതൊക്കെ കൂടെ ചെയ്തു. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ അപ്പം അനസ്തീഷ്യയിലാണത് പ്രോപ്പർലി നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ വജാനയുടെ ചുറ്റും അവിടെ ക്ലോസ്ഡ് ഒരു പിൻ ഹോൾ മാത്രമേ ഉള്ളൂ, ഒട്ടും ഇതില്ല, തിക്കായിട്ടുണ്ട്. അതിന് ചുറ്റും നിറയെ ഫൈബ്രസ് ബാൻഡ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും അല്ലേ. അതായത് നമ്മൾ മുറിവുണങ്ങുമ്പോൾ ഇങ്ങനെ ഒരു തിക്ക് ഇതുണ്ടാവും, ഫൈബ്രസ് ടിഷ്യൂ, അതേപോലെ ഇങ്ങനെ ബാൻഡുകൾ പോലെ. അപ്പം നമുക്ക് ആകെ കൺഫ്യൂഷനായി. പിന്നെ നമ്മൾ ഇവർക്ക് അനസ്തീഷ്യ കൊടുത്തപ്പോൾ ഇവർ അനസ്തീഷ്യ കൊടുത്തിട്ടും ആ ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോൾ അവർ മൂവ് ചെയ്യുക. ഭയങ്കര റെയർ ഫിനോമിനനാണ്. അപ്പം അങ്ങനെ എനിക്ക് പല പേഷ്യൻറ്റിന് കിട്ടിയവരെ ഞാൻ പിന്നീട് ഒരു കാര്യം മനസ്സിലായത്, ഇവർക്ക് നമ്മൾ സൈക്കോതെറപ്പി ചെയ്യുമ്പോൾ ഇവർക്ക് സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. സബ് കോൺഷ്യസ് ലെവലിൽ അവർക്ക് ഫിയറായിട്ട് അവർ ആ അനസ്തീഷ്യയിൽ ബോധം പോയാലും അവർ ചിലപ്പം മൂവ് ചെയ്യും. എന്നാൽ നമ്മൾ ഇവർക്ക് പിന്നെയും മെഡിസിൻ കൊടുത്ത് എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഇവരെ കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റുന്നത്. അഡ്മിറ്റ് ചെയ്ത ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ കൗൺസിലേഴ്സ് ഹിസ്റ്ററി എടുത്തപ്പം ഈ കുട്ടിക്ക് ഇവർ സജസ്റ്റ് ചെയ്ത് കുറച്ച് ഹലൂസിനേഷൻസ് ഉണ്ട്. കൗൺസിലേഴ്സ് മിണ്ടുമ്പോൾ ഈ കുട്ടി വേറെ ആരോടോ മിണ്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ ഹലൂസിനേഷൻ ഉണ്ട്. കുറച്ച് ഡീറ്റെയിൽ എടുത്ത് വന്നു കഴിഞ്ഞപ്പം ഇവരുടെ ഫാമിലിക്ക് തന്നെ അറിയില്ലായിരുന്നു ഇവർക്ക് സൈക്കോട്ടിക് എപ്പിസോഡ്സ് ഉണ്ട്. പിന്നെ ഇവരുടെ മദർ പറഞ്ഞാൽ നമ്മൾ അറിയണത് ഇവർക്ക് 8 വയസ്സുള്ളപ്പോൾ ഇവർക്ക് സെക്ഷൽ അബ്യൂസ്, ഗാങ് റേപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഹോൾ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് അവർ ഒരുപാട് പെൻട്രേഷൻ ട്രൈ ചെയ്തപ്പോഴാണ് ഈ ഫൈബ്രസ് ബാൻഡ്. ഇവരുടെ ഫാമിലി ഹിസ്റ്ററിയിലൊന്നും സൈക്കാട്രിക് പ്രോബ്ലം ഇല്ല, ജനറ്റിക് ഇതില്ല. അപ്പോൾ മോസ്റ്റ് ലൈക്ലി ഇവർക്ക് ആ ചെറുപ്പത്തിലുണ്ടായ അനുഭവം പ്ലസ് ഇവർക്ക് ബന്ധപ്പെടുമ്പോൾ വേദന, ഇവർ നിർബന്ധിച്ചാണല്ലോ കല്യാണം കഴിപ്പിക്കണേ, ഇതെല്ലാം കൂടെ ആയപ്പം ആ കുട്ടിയുടെ പോയി. എന്നിട്ട് ഇവർ ഒത്തിരി ഹലൂസിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു, നമ്മൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു. അത് ഇമ്മീഡിയറ്റ്ലി അവരുടെ സിംറ്റംസ് ഒക്കെ കുറഞ്ഞു. ഹസ്ബൻഡ് ഭയങ്കര നല്ല മനുഷ്യനാണ്, നല്ല കോപ്പറേറ്റീവും ആണ്. കഥകളൊക്കെ അറിയുമ്പോൾ അയാൾക്ക് ഹീസ് വില്ലിങ് ടു വെയിറ്റ്, എത്ര വർഷം വേണമെങ്കിലും ഇവരുടെ പ്രശ്നം ശരിയാവാൻ വെയിറ്റ് ചെയ്യാം, അവരെ ട്രീറ്റ് ചെയ്യാം. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാലും ഭാഗ്യം. അപ്പം മരുന്ന് തുടങ്ങിയിട്ട് ഷീ ഈസ് ബെറ്റർ, സൈക്കോതെറാപ്പിക്ക് ചെയ്തു. പക്ഷെ അവരുടെ പാസ്റ്റ് നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതൊരു ഭയങ്കര പെയിൻഫുൾ സ്റ്റോറിയാണ്. നമ്മൾ ഈ കൗൺസിലേഴ്സ് നമ്മളിങ്ങനെ പേഷ്യൻ്റ് എടുക്കുമ്പോൾ പലരുടെയും ഇങ്ങനത്തെ കഥ കേൾക്കുമ്പോഴേ നമുക്ക് തന്നെ ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ട്. ബന്ധപ്പെടുമ്പോൾ വേദന ഉണ്ടാവുന്നതിൽ